ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് കഥക്കൂട്ടം മെൻറ്റൽസ് ഓഫ് ക്രാഫ്റ്റ്സിലേക്ക് എന്നെ വീടുന്നമായി നമസ്കാരം. സോ ഗൈസ്, നമ്മൾ സ്ക്രാപ്പ് ബുക്ക് സീരീസിൻ്റെ പാർട്ട് 6 ആണ് ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഉണ്ടാക്കി കുറച്ച് ടൂലിപ്പിൻ്റെയാണ് കേട്ടോ. കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടൂലിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കിയതാണ്, പിസ്താഷ്യോസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും തന്നെ മുട്ടത്തോടെ കൊണ്ട് ഉണ്ടാക്കിയൊരു പോട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയാം കേട്ടോ. ഇത് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. സോ നെക്സ്റ്റ് തന്നെ നമ്മൾ സാധനങ്ങൾ എടുക്കാം. സോ ഗൈസ്, നമ്മൾ കണ്ടോ, ഇതാണ് നമ്മൾ നേരത്തെ അന്ന് വരച്ചത്. പക്ഷേ തുറന്ന് വരുമ്പോൾ കുഴപ്പമില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പേജൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് എന്നും പറഞ്ഞ് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് സെറ്റാക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഇതാണ്. എനിക്കിതിൽ കേർവ്സ് കൊടുക്കണമെന്നുണ്ട്. സോ നമുക്ക് കേർവ്സ് ഒന്ന് കൊടുക്കാം. ഇങ്ങനെ കേർവ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എക്സസ് പാർട്സ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വരുന്നതും ഒന്ന് കേർവ് പോലെ ഒന്ന് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടെ ഈ രണ്ട് സൈഡും കൂടെ ഒന്ന് പെട്ടെന്ന് കേർവ് ആക്കിയിട്ട് വരാം. സോ ഗൈസ്, നമുക്ക് ഇവിടെ ഞാനൊന്ന് രണ്ട് സൈഡൊക്കെ കേർവ് എഴുതെടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് ഡിസൈൻ ചെയ്ത് വരാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു ഇഷ്ടമുള്ള ഡിസൈനാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് തിങ്. ആൻഡ് നെക്സ്റ്റ് തന്നെ ഇതൊന്ന് ബോർഡർ വരച്ചെടുക്കാം നമുക്ക്. ബൈ ദ വേ, നിങ്ങൾക്ക് ബോർഡർ വേണമെങ്കിൽ വരയ്ക്കാം. ഞാനാണെങ്കിൽ ബോർഡർ വരയ്ക്കുന്നില്ല, കാരണം ബോർഡർ വരച്ച ഒരു ബോറായിരിക്കും. സോ ഞാൻ ബോർഡർ വരയ്ക്കാതെ നേരെ പോവുകയാണ്. നമ്മൾ അന്ന് ചെയ്ത നമ്മൾ അന്ന് എന്താ പറയുക, കുറേ പേപ്പേഴ്സ് കട്ടിങ്സ് ഒക്കെ എല്ലാം എടുത്ത് ഏതൊരു ബോഡി വെച്ചിരുന്നു. ആ ബോഡി ഞാൻ എടുത്ത് മാറ്റി. ഞാൻ ഇപ്പം ഇതിലാണ്, എൻ്റെ ഫയലിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടോ. സോ ഇതേപോലെ ഞാൻ അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട് പേപ്പേഴ്സ്. നമുക്ക് വേണ്ട പേപ്പേഴ്സ് ഞാൻ ഫയലിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഫയലിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് എന്താ പറയുക, ബോർഡ് നമുക്ക് എന്തെങ്കിലും എഴുതാൻ വേണ്ടി അതിനകത്ത് തന്നെ വെച്ച് നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അങ്ങനെ എടുത്ത് മാറ്റിയിട്ടായിരിക്കും എഴുതുന്നത്. എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് മിസ്സിങ് ആവും. സോ അതിൽ നിന്ന് വെച്ച് തന്നെ അത് എന്താ പറയുക, ചീത്തായി പോവും. ലൈക്ക് അത് ചുളുങ്ങി പോവാതിരിക്കാൻ, ഇപ്പം ഇതൊക്കെ ചുളുങ്ങി പോവാതിരിക്കാൻ മാക്സിമം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചാൽ എന്താ പറയുക, ഇത് നല്ല ഒരു കണ്ടീഷനിൽ ഇരിക്കും. ഞാൻ നല്ല നാച്ചുറലായിട്ട് എയർ ഡ്രൈ ആയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂര്യദേവൻ്റെ അടുത്ത് തന്നെ വയ്ക്കുക, കാരണം ഇപ്പം പൊരിഞ്ഞ വെയിലാണ്. സോ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തും ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. സോ ഇതേപോലെ ഞാൻ ഇത്രയും കട്ടിങ്സ് എടുത്തിട്ടുണ്ടോ. സോ ഇത് ഞാനാണെങ്കിൽ ഒരു എന്താ പറയുക, ഇങ്ങനെ വയ്ക്കാനുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വയ്ക്കാമായിരുന്നു. ബട്ട് ഇപ്പം നമുക്ക് അങ്ങനത്തെ സാമഗ്രി ഒന്നുമില്ല. സോ ഈ സ്കെയിലിൻ്റെ മുകളിൽ അതങ്ങനെ ഇരുന്നോളും. സോ ഇത് വേറെ കട്ടിങ്സ് ആണ് കേട്ടോ. ഇത് ഒരാൾ എന്താ പറയുക, ഒരു ഹോൾസിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ അവശ്യ നിലയിൽ എത്തിയിരിക്കുന്ന പോലെയാണ് ഞാൻ കട്ടിങ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ അതിന് തന്നെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടോ, ഒരു ലാൻഡ്സ്കേപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതും ഇതിൻ്റെ സെയിം ആയിട്ട് ഉള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇത് രണ്ട് ജോയിൻറ്റഡ് ആയിരുന്നു. ഞാനത് സ്പ്ലിറ്റാക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എന്താ പറയുക, ഇത് കുറച്ച് ഒട്ടിച്ച് വെക്കാം. കുഞ്ഞു സ്ഥലങ്ങളിൽ കുഞ്ഞ് ഇതേപോലെ ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം അടുത്ത വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. സോ ഇത് 4 മിനിറ്റത്തേക്കുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടോ. ഇപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ 12 മിനിറ്റാണ്. സോ ഇത് നമുക്ക് 12 മിനിറ്റാണ് ഇതിൻ്റെ മാക്സിമം ആയിട്ടുള്ളത്. സോ ഞാൻ എല്ലാം പോസ് അടിച്ച് എല്ലാം ഞാൻ വേഗം ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് കാണാം. ഞാൻ ഫസ്റ്റത്തെ ഒട്ടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുറച്ച് വലുത് ഈ ഒരു കോർണറിൽ ഒട്ടിക്കുകയാണ്. സോ അത് നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ലെവലാക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നടുക്കെന്ന് പറഞ്ഞാൽ ഒരു വലുത് ഒരു കുറച്ച് നടുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിട്ട് വേണം. സോ ആ വലുത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒരു റെക്റ്റാങ്കിൾ രീതിയിൽ വരുന്ന ഒരു കട്ടിങ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതേപോലെ എന്താ പറയുക, ഇവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഞാൻ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്.
സോ ഗൈസ് ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു കോർണറിൽ കൂടെ ഒട്ടിച്ച് കൊടുക്കാം. അതുകൊണ്ട് ഈ കോർണർ കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ന്യൂസൊക്കെ എന്താ ബ്ലറായിട്ടിരിക്കുകയാണ്, കാണിച്ചു തരാം. ഇതിൻ്റെ ന്യൂസൊക്കെ ബ്ലറായിട്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇതേപോലെ നമ്മൾ കോർണേഴ്സൊക്കെ വെട്ടി അന്നേരം ലെവലാക്കി കൊടുക്കണം, എന്നാലേ ആ നേരെ ആവത്തുള്ളൂ. സോ നമ്മൾ ഒട്ടിച്ചിട്ട് കാണാം. ആർക്കൊക്കെ പല്ലീനെ പേടിയുണ്ട് അവരൊന്ന് കമൻറ്റ് ബിലോ. ബിക്കോസ് എനിക്ക് എൻ്റെ അടുത്ത് വന്നാൽ അതിൻ്റെ സോള് എൻ്റെ സോള് വരെ പോകും. എനിക്ക് അത്രയ്ക്ക് പേടിയാണ്. സോ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇവിടെ ഞാൻ ഒരു മണ്ട് ബുദ്ധി സാധനം കാണിച്ചു. ഈ ഒരു കോർണർ ഞാൻ തലകുത്തനെയായിരുന്നു ഇത് ഇരുന്നിരുന്നത്, അപ്പോൾ ഞാൻ കണ്ടില്ല. സോ ഞാൻ ഈ ഒരു കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം എടുത്ത് ഇത് കട്ട് ചെയ്തു. പിന്നെ നോക്കിയപ്പം അത് തലകുത്തനെയായിരുന്നു. പിന്നെ ഞാൻ ഈ സൈഡ് വീണ്ടും കട്ട് ചെയ്ത് സെറ്റപ്പാക്കി. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് കുറച്ച് റൈറ്റിങ്സ് നമുക്ക് ഇടണം. സോ ആ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടോ. സോ ബൈ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇഫ് യു എൻജോയ് ദിസ് വീഡിയോ, please like, share, comment to my video and please subscribe to my channel. Click on the bell button so you guys will notify my notification to your phone. Okay, bye.